ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ സൂബ ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വന്നിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എന്താണ് പറഞ്ഞിട്ടില്ല, ടൂൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നമ്മൾ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബെഡ് ഉണ്ടാക്കണം. അടിസ്ഥാനപരമായ കാര്യമാണ് കേട്ടോ ബെഡ്. നമുക്കൊരു ബെഡ് ഉണ്ടാക്കണം, പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, പിന്നെ നമുക്ക് വേണ്ടൊരു ചെസ്റ്റാണ്. ചെസ്റ്റ് ഇതിൽ ഞാൻ കാണിക്കുന്നില്ല, സമയക്കുറവുകൊണ്ടാണ്, തോന്നരുത്. വുഡ് പീസസ് ഇതൊന്നും ഒന്നുമല്ല കേട്ടോ. ഒരുപാട് വുഡ് പീസസ് ഉണ്ടെങ്കിൽ നമുക്ക് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് അത്രയ്ക്കും വുഡ് പീസസ് ഈ ഗെയിമിൽ ആദ്യമായി കളിക്കുന്നവർക്കാണ് കേട്ടോ. ആദ്യമായി കളിക്കുന്നവർക്ക് നമുക്ക് ഈ വുഡ് പീസസ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്തുണ്ടാക്കാനും നമുക്ക് ഈ വുഡ് പീസിൻ്റെ ആവശ്യങ്ങളുണ്ട്. പിന്നെ ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു ബെഡാണ്. ബെഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 3 ആടിനെ കൊല്ലണം. 3 ആടിനെ കൊല്ലുമ്പോൾ നമുക്ക് ഇതുപോലത്തെ 3 വെള്ള ബ്ലോക്സ് തന്നെ, പേര് ഞാൻ മറന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് 3 എണ്ണം വേണം കേട്ടോ. അത് 3 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഇറച്ചിയും കിട്ടും. നമ്മുടെ ഹെൽത്ത് കുറയുന്നതനുസരിച്ച്, ഹെൽത്ത് ലൈഫ് അതുപോലത്തെ ഇത് കുറയുന്നതനുസരിച്ച് നമ്മൾ ഇത് അതിൻ്റെ ഇറച്ചി തിന്നുന്നത് നല്ലതാണ്. നമുക്ക് ഹെൽത്ത് കൂടാനും ഗ്രോ ചെയ്യാനൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ നമുക്കിനി ബെഡ് ഉണ്ടാക്കാം. ബെഡ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇപ്പോൾ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ബെഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതൊരു ചെറിയൊരു വീടാണ്. നമുക്ക് അത്യാവശ്യത്തിന് മാത്രം താമസിക്കാൻ വേണ്ട ഒരു കുഞ്ഞു വീടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്കൊരു കുഞ്ഞു വീടുണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ അടിയിലോട്ട് കുഴിച്ച് പോയി നമ്മളൊരു ജസ്റ്റ് ഒരു 3-4 ബ്ലോക്ക് ഇങ്ങനെ കുഴിച്ചാൽ മതിയാകും. കുഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ സൈഡിലോട്ട് കുഴിക്കുക. ഒരു ബെഡും ഒരു ചെസ്റ്റും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും വെക്കാനുള്ള സ്പേസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതിൽ ചെസ്റ്റ് ഉണ്ടാക്കുന്നില്ല, നമ്മൾ ഒരു ദിവസത്തേക്ക് മാത്രമാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ചെസ്റ്റ് ഞാനിനി പതുക്കെ ഉണ്ടാക്കിക്കോളാം. അപ്പോൾ നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബെഡ് വെച്ചിട്ടുണ്ട്. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ സൈഡിൽ വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലൊരു മേളിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ സഹായത്തിനായിട്ട് നമുക്കൊരു കുറച്ച് സ്റ്റെപ്സിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റെപ്സിനായിട്ട് നമുക്കൊരു സൈഡൊന്ന് പൊട്ടിക്കൊണ്ടിരിക്കാം. നമുക്ക് വുഡ് കുറച്ചേ ഉള്ളൂ, വുഡ് ഒരെണ്ണമേ ഉള്ളൂ. നമുക്ക് പോയി തടി മുറിക്കാം. തടി മുറിച്ച് വുഡ് ഉണ്ടാക്കണം. വുഡ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പിന്നെ ആദ്യമായാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഞാൻ ഇതിന് മുമ്പ് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അറിഞ്ഞൂടാത്തവർ കാണുക. ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ എന്തിനാണ് ഇടുന്നതെന്ന് പലർക്കും സംശയം കാണും. ഞാൻ ഇടുന്ന വേറെ ഒന്നിനുമല്ല. മിക്കുള്ളവർ നെറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് വേൾഡൊന്നും ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആരും അങ്ങനെ ഇടാറില്ല. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഇടുന്നത് എന്ന് പറഞ്ഞാൽ ആരും ഇടാറില്ല. കാരണം അത് എടുക്കുമ്പോൾ തന്നെ ക്രിയേറ്റ് വേൾഡ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് കാണും. എന്നാൽ ഞാൻ ഇട്ടത് ഒട്ടും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് ആ വീഡിയോ വരെ എനിക്ക് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ടുള്ള വീഡിയോസും എന്നെ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അറിയിക്കുന്നു. അപ്പോൾ ഞാൻ സ്റ്റെപ്സ് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേൽക്കൂര നമുക്ക് മണ്ണ് വെച്ച് വെക്കുന്ന സേഫ് അല്ല, നമുക്കിതുപോലത്തെ വുഡ് പീസസ് വെച്ച് വെക്കുന്നതായിരിക്കും സേഫ് കൂടെ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ബൈ.